ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് ഇടാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സൗണ്ട് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടാവില്ലേ സംസാരിക്കണതും വോയിസും തമ്മിൽ? അതെന്താണെന്നറിയോ, ഞാൻ വോയിസ് ഡയറക്റ്റായി കൊടുത്തായിരുന്നു, പക്ഷേ അത് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് കളഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് കൈപ്പയ്ക്കയാണ് കേട്ടോ. കൈപ്പയ്ക്ക കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറി രൂപത്തിലുള്ളൊരു കൈപ്പയ്ക്ക കറി പുളിയൊക്കെ ഒഴിച്ചിട്ട് വെക്കാൻ പോവുകയാണ്. പിന്നെ ഈ പാവയ്ക്ക് 2 ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, പൊട്ടാറ്റോ പോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, സൂപ്പറായിരിക്കും. നമുക്ക് ഈ കൈപ്പയ്ക്ക ഒന്ന് ആദ്യം തന്നെ ഒന്ന് നന്നായി കഴുകിയെടുക്കാം കേട്ടോ. ഇത് മീൻ കറിയൊക്കെ നമ്മൾ വെക്കില്ലേ, പുളിയൊക്കെ ഒഴിച്ചിട്ട് ആ രൂപത്തിലാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൈപ്പയ്ക്കാന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നല്ല കശപ്പായിരിക്കുമല്ലോ, ഇതെങ്ങനെ ചാറ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, കശപ്പൊന്നും അറിയില്ല. അങ്ങനെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കൈപ്പയ്ക്ക നമ്മൾ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നന്നായി എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വഴറ്റുന്നതിലാണ് നമുക്ക് ഈ കൈപ്പയ്ക്കയുടെ ടേസ്റ്റ് കിട്ടുക. അതായത് കശപ്പൊക്കെ മാറി കിട്ടണത് ഈ വഴറ്റുന്നതിലൂടെയാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റി ചുങ്ങണം കേട്ടോ. ഇതിപ്പോൾ വെള്ള കൈപ്പയ്ക്കല്ലേ, ഇത് നമ്മൾ വഴറ്റി എന്താ പറയുക, എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ, ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാറിൽ കശപ്പ് അറിയില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അല്ലാണ്ട് പച്ച കയ്പ്പയ്ക്ക് അങ്ങനെ വെക്കുകയാണെങ്കിൽ എന്തായാലും കശപ്പടിക്കും. അപ്പോൾ നമ്മളിതുപോലെ എണ്ണയിലിട്ട് നന്നായി വഴറ്റിയ ശേഷം നമ്മളിത് പുളിങ്കറി പോലെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അധികം കശപ്പേ അറിയില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയാണ് എടുക്കാറ്. അപ്പോൾ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയുള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാളയും കയ്പ്പയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കറി വെക്കുന്നത് ഇവിടെ ഏട്ടൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് കേട്ടോ. കയ്പ്പയ്ക്ക കറി ആദ്യമൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ അമ്മ അത് ഇടയ്ക്കൊക്കെ വെക്കും കേട്ടോ. ആഴ്ചയിലൊരിക്കൽ എന്തായാലും കയ്പ്പയ്ക്ക കറി വെക്കും. ഫസ്റ്റൊക്കെ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീട്ടിലൊന്നും ഇതുപോലെ കഴിച്ചിട്ടേ ഇല്ല. അവിടെ എപ്പോഴും ഉപ്പേരി മാത്രമേ വെക്കുള്ളൂ കേട്ടോ. അവിടെ നാട്ടിൽ അമ്മ കയ്പ്പയ്ക്ക ഉപ്പേരി മാത്രമേ വെക്കുള്ളൂ. പിന്നെ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വെക്കും കേട്ടോ. അല്ലാണ്ട് ഇതുപോലത്തെ ഒരു രീതിയിൽ കയ്പ്പയ്ക്ക കറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്ന ശേഷമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. കുറേ നേരം വെക്കണം എന്ന് മാത്രം. ഇതുപോലെ വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം. അപ്പോഴേ കശപ്പ് പോയിട്ട് കയ്പ്പയ്ക്ക നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഇപ്പം നല്ല വെള്ളക്കിരിക്കല്ലേ, ഇനി അത് ചുങ്ങി കുറച്ചാവും കേട്ടോ. അതുപോലെ കളറും ചേഞ്ച് ആവും. അപ്പോൾ അതിനെന്തായാലും കുറച്ച് അധികം സമയം എടുക്കും. അപ്പോഴേക്കും നമുക്ക് വറുക്കാനുള്ള എന്താ പറയുക, വാഴയ്ക്ക ഉണ്ടല്ലോ, വാഴയ്ക്ക നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതൊരിക്കൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ ആഴ്ചയാണ് തോന്നുന്നു, വാഴയ്ക്ക ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. വാഴയ്ക്ക എന്താ പറയുക, പൊട്ടാറ്റോ നമ്മൾ ഫ്രൈ ചെയ്യില്ലേ, നീളത്തിൽ അരിഞ്ഞിട്ട് അതുപോലെ ഫ്രൈ ചെയ്യാനാണ് പോണത് കേട്ടോ. ശരിക്കും പറഞ്ഞത് കഴിക്കുമ്പോൾ വാഴയ്ക്കാന്നേ അറിയില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മളിത് നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ പൊട്ടാറ്റോ ഒക്കെ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കില്ലേ, ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ നീളത്തിൽ അതേപോലെ നമ്മളിതിനെ അരിഞ്ഞെടുക്കണം കേട്ടോ, നീളത്തിൽ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകി അതിൻ്റെ കറിയൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കോൺഫ്ലെക്സും വേണം കേട്ടോ. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കുക, അത്രയേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്കിന്ന് ഫ്രൈ ചെയ്യാം. വേറെ ഉപ്പേരി ആയിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക പുളിങ്കറിയും അതുപോലെ വാഴയ്ക്ക ഫ്രൈ ആണ് നമുക്കിന്ന് ഉച്ചയ്ക്കുള്ള സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ നന്നായി കഴുകി അതിൻ്റെ കറിയൊക്കെ കളയണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയൊരു സമ്മാനം കിട്ടി കേട്ടോ, കൈ മുറിഞ്ഞു കേട്ടോ ഇടയിൽ. അപ്പം മോള് അതൊക്കെ കയ്യിൽ എന്താ പറയുക, പഞ്ഞിയൊക്കെ വെച്ച് കെട്ടി തന്നു കേട്ടോ. എന്നിട്ട് ഞാനിതാ നമുക്ക് വറുക്കാനുള്ളത് മുളകും ഉപ്പും
കോൺഫ്ലവറും എല്ലാം ഇട്ട് നന്നായിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിച്ച് നമുക്കിതിനെ അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പിയായി വറുത്തെടുക്കണം കേട്ടോ അത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ വാഴയ്ക്കല്ല, കയ്പ്പയ്ക്ക അതാ നല്ല, ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഗോൾഡൻ കളറായി ചുങ്ങി വന്നിട്ടുണ്ട്. ഇനി അധികം കശപ്പേ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ അതാ പുളിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. നേരത്തെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങയും പുളിയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഈ മിക്സിയിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി പിന്നെ തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളിയും മുറിച്ചിടണം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യാറ് ചിലർ. ഞാനിത് എന്തായാലും അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം നല്ല പേസ്റ്റായിട്ട് കിട്ടും. ചാറ് കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. പുളി നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. അധികം എല്ലാവരും പുളി നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ചണ്ടി കളയല്ലേ ചെയ്യുക. അപ്പം ഞാനങ്ങനെ കളയാറില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കും, തേങ്ങയുടെ കൂടെ അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു മൺപാത്രത്തിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ വെക്കുന്നത് നമ്മൾ മൺപാത്രത്തിലല്ലേ, അതുപോലെ തന്നെ ഞാൻ ഇതും മൺപാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടെ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴറ്റിയ ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, എന്താ പറയുക, തേങ്ങ, തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ പുളി എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കറി അധികം കട്ടിയൊന്നും വേണ്ടെന്ന് വിചാരിച്ചാൽ അപ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു മീഡിയം ലെവലിൽ മതി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ചാറ് കലക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കട്ടിയാക്കുന്നില്ല, ഒരുപാട് വെള്ളം ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കയ്യിൽ ഒരു അളവ് നമുക്ക് ഉണ്ടാവുമല്ലോ, നമ്മളെപ്പോഴും വെക്കണതുകൊണ്ട് നമുക്കൊരു അളവ് ഉണ്ടാവുമല്ലോ കയ്യിൽ എടുക്കുമ്പോൾ. അപ്പോൾ ഇതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു ലെവലിൽ ചാറൊക്കെ കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ വെള്ളം പോലെ ഉണ്ട്, പക്ഷേ വെള്ളം പോലെ ഒന്നല്ല കേട്ടോ. ചാറ് തിളച്ച് എന്താ പറയുക, വെന്ത് വരുമ്പോൾ നല്ല കട്ടിയാവും കേട്ടോ. പിന്നെ ഈ കറി ഉണ്ടല്ലോ, നമ്മൾ വെച്ചതും കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റായിട്ട് അറിയില്ല. കാരണം എരിവും പുളിയും നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, വെച്ചതും കഴിക്കുമ്പോൾ നമുക്ക് ആ എരിവും പുളിയും കയ്പ്പും കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ ഉണ്ടാവും. പക്ഷേ ഇത് ഇപ്പോൾ രാവിലെ നേരത്തെ വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ സെറ്റായിരിക്കും. അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതും ഇത് വെച്ചിട്ട് തണുത്ത ശേഷം കഴിക്കുമ്പോൾ അത് രണ്ടും തമ്മിൽ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞ് തണുത്ത ശേഷം കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോഴാണിത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരു കായത്തിൻ്റെ കഷ്ണമാണ് കേട്ടോ ഞാൻ ഇടയിലിട്ടത്. അപ്പോൾ ഇതിന് ഒരു കായത്തിൻ്റെ കഷ്ണം കൂടി ഇടണം കേട്ടോ. അപ്പോൾ അത് ചാറൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ശരിക്കും കണ്ട ഒരു മീൻകറി പോലെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മീൻകറി രൂപത്തിൽ തന്നെയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഇനി കയ്പ്പയ്ക്കൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് കേട്ടോ. വലിയ സമയമൊന്നും വേണ്ട. പക്ഷേ നമ്മൾ കയ്പ്പയ്ക്ക വഴറ്റിയെടുക്കില്ലേ, അതിന് മാത്രം കുറച്ച് സമയം വേണം കേട്ടോ. അത് വഴറ്റി കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാറ് കലക്കി സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കഷ്ണം വെല്ലമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഈ കശപ്പും കയ്പ്പയ്ക്കയുടെ കയ്പ്പും അതുപോലെ എരിവും പുളിയും എല്ലാം കൂടി ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ കയ്പ്പയ്ക്കൊക്കെ വെന്ത് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വാഴയ്ക്ക നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ പാന് വെച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളി തട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതും കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ എന്താ പറയുക, ഗ്യാസ് കമ്മിയാക്കി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് കുറച്ച് ക്രിസ്പി ആവണം, അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറച്ചധികം നേരം വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കമ്മിയാക്കി വെച്ച് കുറേ നേരം കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ മതി.
അപ്പോഴേക്കും അതായിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാനായിട്ട്. അപ്പോൾ നമ്മൾ കറി വെച്ചതും എന്താ പറയുക, അടുക്കളപ്പണി കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, പാത്രങ്ങൾ ഇഷ്ടം പോലെ കഴുകാനുണ്ടാവും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നിറയെ പാത്രങ്ങളായിട്ടോ. അപ്പോൾ അതെന്തായാലും ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു പാത്രങ്ങൾ കഴുകാനായിട്ട്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഷോപ്പ് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നേരത്തെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണമ്മ ചേച്ചി ഷോപ്പിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ ആരെങ്കിലും വരുമ്പോൾ എന്നെ വിളിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം വിളിച്ചു കേട്ടോ. കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇടയിൽ അങ്ങോട്ട് പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ വാഴയ്ക്കൊക്കെ ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രൈ ആയി ക്രിസ്പി ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ മോള് സ്കൂളിൽ പോയിരിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ 7 മണിക്ക് ഇപ്പോൾ പോവാറുണ്ട്. ട്യൂഷനുണ്ട്, അതുകൊണ്ട് തന്നെ 7 മണിക്ക് പോവും. അപ്പം ഞാൻ ഡെയിലി 5 മണിക്കാണ് കേട്ടോ എണീക്കുന്നത്. അപ്പോൾ അവൾക്ക് കൊടുത്തയക്കാനുള്ളതും രാവിലേക്ക് കഴിക്കാനുള്ളതും മാത്രം നേരത്തെ വെച്ചു. പിന്നെ ഞങ്ങൾക്കുള്ള ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഞാൻ ലേറ്റായിട്ടാണ് വെക്കണം കേട്ടോ. അവൾ പോയി പതുക്കെയാണ് വെക്കുന്നത്. അങ്ങനെ മോളൊന്നും ഇതൊന്നും കഴിക്കില്ല കേട്ടോ. അവൾക്കിനി വേറെ എന്തെങ്കിലും കാണണം കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോൾ അവൾക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണം. ഈ വാഴയ്ക്ക ഫ്രൈ ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടില്ലേ, പക്ഷേ ഇതൊന്നും തൊടില്ല കേട്ടോ മോള്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കയ്പ്പയ്ക്ക കറി പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ, അത് പിന്നെ തൊടുകയില്ല. പിന്നെ വൈകുന്നേരം രാത്രിക്ക് മോൾക്കിന് വേറെ എന്തെങ്കിലും കാണണം. ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇതായി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ കഴിക്കാനും സമയമായി. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ, കയ്പ്പയ്ക്ക കറിയുണ്ട്, വാഴയ്ക്ക ഫ്രൈ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. ചോറും കയ്പ്പയ്ക്ക അച്ചാറും അതുപോലെ തന്നെ വാഴയ്ക്ക, അത് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് വെറുതെ നമുക്കിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിലെ സ്പെഷ്യൽ പാവയ്ക്ക കറിയും പിന്നെ അതുപോലെ വാഴയ്ക്ക ഫ്രൈയും ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. കയ്പ്പയ്ക്ക ഇഷ്ടമില്ലാത്തവരും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.